എന്താണ് വോൾട്ടേജ് ക്വാണ്ടിറ്റിനെ ഇവിടെ ഫേസർ ക്വാണ്ടിറ്റിനെ ഏത് ഫോമിലാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? 3 ആംഗിൾ 0 ഡിഗ്രി ആൻഡ് 4 ആംഗിൾ 180 ഡിഗ്രി. ഏത് ഫോമിലാണ്? ഇതിപ്പോ ഏത് ഫോമിലാണ് ഇവിടെ തന്നിരിക്കുന്നത്? ഈ ബ്ലാക്കിൽ എഴുതി ഇത്രയും പോർഷൻ ആണ് ഇതിൽ ക്വസ്റ്റ്യൻ. ഓക്കെ, ഫൈൻഡ് ദ പോളാർ ഫോം ആണ് അല്ലേ? അപ്പൊ പോളാർ ഫോമിൽ വെക്ടേഴ്സ് ഇപ്പം ഫേസസ് ഇപ്പം പോളാർ ഫോമിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന്റെ എഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ എന്താണ്? ഡിഫിക്കൽട്ട് ആണ്. അല്ലെങ്കിൽ നമ്മൾ പോളാർ ഫോമിൽ എന്താണ് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ചെയ്യില്ല അല്ലേ? നമ്മൾ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആണെങ്കിൽ അവിടെ ഡയറക്ട്ലി ചെയ്യാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ റെക്ടാംഗുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. യെസ്, റൈറ്റ്. സോ റെക്ടാംഗുലർ ഫോം കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ചെയ്തോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് കൺവേർട്ടിംഗ് ടു ദി റെക്ടാംഗുലർ ഫോം ചെയ്തോളൂ. റെക്ടാംഗുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് v1 ഇസ് ഈക്വൽ ടു x1 പ്ലസ് ജെ y1 എന്നാണ് വേണ്ടത്. ഓക്കെ, v2 ഇസ് ഈക്വൽ ടു x2 പ്ലസ് ജെ y2 എന്നുമാണ് വേണ്ടത്. ഓക്കെ, സോ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂസ് ഫോർ x1 y1 ആൻഡ് x2 y2. ഓക്കെ, v1 നോക്കിയേ 3 ആംഗിൾ 0 ഡിഗ്രി ആണ്. ഓക്കെ, സോ അത് നമുക്ക് ഡയറക്റ്റ്ലി എഴുതാം. വാട്ട് ഈസ് x1? x1 3 ആയിരിക്കും, y1 എന്താണ് 0 ആണ്. സോ നമ്മൾ അതിനെ വേറെ കൺവേർഷൻ്റെ ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ്ലി എഴുതാം v1 വെക്ടർ ഇസ് ഈക്വൽ ടു 3 പ്ലസ് ജെ 0, കാരണം ഇമേജിനറി പാർട്ട് 0 ആണ്. ഓക്കെ, ആൻഡ് v2യുടെ കേസ് എങ്ങനെയാ? v2യുടെ കേസിലാണെങ്കിൽ x2 ആൻഡ് y2 ദാറ്റ് വി ഹാവ് ടു ബി ഫൈൻഡ് ഔട്ട്. ഓക്കെ, അത് നമുക്ക് കണ്ടുപിടിക്കണം. x2 എങ്ങനെ കണ്ടുപിടിക്കാം? x2 ഇസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? x2 ഇസ് ഈക്വൽ ടു r cos phi. ഓക്കെ, y2 ഇസ് ഈക്വൽ ടു r sin phi. ഓക്കെ, x2 ആയതുകൊണ്ട് r2 cos phi 2 എടുത്തോളൂ, y2 ആയതുകൊണ്ട് r2 sin phi 2 എടുത്തോളൂ. ഓക്കെ, ഈ കേസിൽ എങ്ങനെയാ ഡയറക്റ്റ് എഴുതിയെന്ന് അറിയില്ല, എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. x1 എന്ന് പറഞ്ഞാൽ എന്താണ്? r1 cos phi 1 ആണ്. നോക്കൂ, x1 എന്ന് പറഞ്ഞാൽ എന്താണ്? r1 cos phi 1 ആണ്. r1 എത്രയാണ്? 3 ആണ്. cos 0 എത്രയാണ്? cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 3 into 1 3 കിട്ടും. ഇനി y1 എത്രയാണ്? r1 sin phi 1 ആണ്. ഫൈയുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. സോ സൈൻ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. സോ 3 into 0 0. അതാണ് ഇവിടെ v1 എന്ന് പറയുന്നത് 3 പ്ലസ് ജെ 0 എടുത്തത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഡയറക്ട്ലി 3 പ്ലസ് ജെ 0 എഴുതാം, കാരണം ഇമേജിനറി പാർട്ട് ഇവിടെ 0 ആണ്. ഇനി v2യുടെ കേസ് ആണെങ്കിൽ x2 പ്ലസ് ജെ y2 ആണ്. x2 ഇസ് ഈക്വൽ ടു r2 cos phi 2 ആണ്. അത് എത്രയാണ്? r2 എത്രയാണ്? 4 ആണ്. phi എത്രയാണ്? 180 ആണ്. ഓക്കെ, സോ 4 into cos 180. ഓക്കെ, ആൻഡ് ഹിയർ എന്ത് വരും? 4 into sin 180. ഓക്കെ, വാട്ട് ഈസ് cos 180? ദറ്റ് ഈസ് -1. സോ 4 into -1 ദറ്റ് ഈസ് ഈക്വൽ ടു -4. അതാണ് x2 എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് sin 180? ദറ്റ് ഈസ് 0. ഓക്കെ, sin n pi എല്ലാം 0 ആണ്. sin 0 0 ആണ്, sin n pi എല്ലാം 0 ആണ്. n pi ഇൻ ദ സെൻസ് 180 into sin 180, sin 2 into 180, sin 3 into 180, ആ ടേംസ് ഒക്കെ 0 ആണ്. സോ ഇതും 0 ആയി. സോ നമുക്ക് കിട്ടി x2യുടെ വാല്യൂ -4, y2യുടെ വാല്യൂ 0. സോ നമുക്കതിനെ v2 എന്ന് എഴുതാം അല്ലേ? v2 എന്ന് പറഞ്ഞാൽ x2 പ്ലസ് ജെ y2 ആണ്. സോ -4 പ്ലസ് ജെ 0. ഓക്കെ, അപ്പോൾ 2 ടേംസും കിട്ടി. ഇനി നമുക്കത് ഡയറക്റ്റ്ലി ആഡ് ചെയ്യാം. എങ്ങനെയാണ്? റെക്ടാംഗുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അഡീഷൻ ചെയ്യുന്നത്? റിയൽ പാർട്ട് ഒന്നിച്ചെടുത്തിട്ട് ആഡ് ചെയ്യുക, ഇമേജിനറി പാർട്ട് ഒന്നിച്ചെടുത്തിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, സോ റിയൽ പാർട്ടിലെ വാല്യൂസ് ഇതൊക്കെയാണ് വരുന്നത്. x1 3 ആണ്, x2 -4 ആണ്. സോ 3 - 4 പ്ലസ് ജെ ഇൻറ്റു ഇമേജിനറി പാർട്ട് രണ്ടും 0 ആണ് അല്ലേ? 0 പ്ലസ് 0. സോ -1 പ്ലസ് ജെ 0. ഇതാണ് ആൻസർ. ഓക്കെ, ബട്ട് നമ്മൾ റെക്ടാംഗുലർ ഫോമിൽ തന്നെ അവിടെ ഫിനിഷ് ചെയ്യാൻ പാടില്ല, അതിൻ്റെ പോളാർ കൺവേർഷൻ നോക്കണം. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് പോളാർ ഫോമിലാണ്. സോ ആൻസർ മസ്റ്റ് ബി ഇൻ പോളാർ ഫോം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ റെക്ടാംഗിളിലേക്ക് കൺവേർട്ട് ചെയ്യുക, ദെൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ദാറ്റ് ഈസ് v1 പ്ലസ് v2 കണ്ടുപിടിക്കുക, ദെൻ അതിനെ വീണ്ടും പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അത് മറന്നു പോകരുതേ. എല്ലാവരും എന്ത് ചെയ്യും? ഇതുപോലെ കൺവേർട്ട് ചെയ്തിട്ട് റെക്ടാംഗുലറിൽ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും, ബട്ട് അതിനെ വീണ്ടും തിരിച്ച് പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം -1 പ്ലസ് ജെ 0 അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? പോളാറിലേക്കാണെങ്കിൽ ഇക്വേഷൻ എന്താണ്? r ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ്
എക്സ് സ്ക്വയർ എന്താണ്? എക്സിന്റെ വാല്യൂ -1 സ്ക്വയർ ആണ്, y 0 ആണ്. സോ -1 സ്ക്വയർ മീൻസ് 1 വരും. ആൻഡ് 5 is equal to what? Tan inverse y by x. Here y is equal to 0 and x is equal to 1. But tan inverse 0 by 1 എന്ന് വരും. Okay. What is tan inverse 0 by 1? അല്ലെങ്കിൽ 0 by 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. So tan inverse 0 is equal to 180 degree. Okay. Tan inverse 0 ആണ് 180 ആണ്. So നമുക്ക് എങ്ങനെ എഴുതാം? 1 angle 180 degree in polar. This is the final answer. ഈ ആൻസറിലേക്ക് എത്തണം. ഈ റെക്ടാംഗുലർ ഫോമിൽ ഫിനിഷ് ചെയ്യാൻ പാടില്ല, അതിന് എന്ത് ചെയ്യണം? പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം. ക്ലിയർ ആണോ? ഏതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? എന്താ റെസ്പോണ്ട് ചെയ്യാത്തത്? ഇതാണ് ഫൈനൽ ആൻസർ വരുന്നത്. സ്റ്റെപ്സ് ക്ലിയർ ആണ്? ആ, നിഹാരിക പറഞ്ഞോളൂ. ഒന്നുകൂടി പറയാ ഫുള്ള്. ഓക്കെ ഓക്കെ. സോ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ വോൾട്ടേജ് അക്രോസ് ദ ടെർമിനൽ എ ആൻഡ് ബി ഓഫ് ദ സർക്യൂട്ട്. ഓക്കെ, സർക്യൂട്ട് ഇതാണ്. നോക്കുക, ഇതാണ് നമ്മുടെ സർക്യൂട്ട്. എ ബി ടെർമിനലിന്റെ ഇൻബിറ്റ്വീനായിട്ട് ദർ ആർ 2 വോൾട്ടേജ് സോഴ്സസ്. ഇതെന്താണ്? വോൾട്ടേജ് സോഴ്സ് 1 ആണ്. നമുക്ക് അതിനെ V1 എടുക്കാം. ദിസ് ഇസ് V2. ഓക്കെ, സോ ടോട്ടൽ വോൾട്ടേജ് അക്രോസ് ദ ടെർമിനൽസ് എ ആൻഡ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? VAB ഇസ് ഈക്വൽ ടു വാട്ട്? V1 പ്ലസ് V2 ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ഫേസേഴ്സ് ആണ് പറയുന്നത്. സോ V1 വെക്ടർ പ്ലസ് V2 വെക്ടർ ആയിരിക്കും. സോ ദാറ്റ് ഇസ് ദ ടോട്ടൽ വോൾട്ടേജ് അക്രോസ് ദ ടെർമിനൽസ് എ ആൻഡ് ബി. Then first of all നമുക്ക് എന്ത് ചെയ്യണം? ഈ V1, what is the value for V1 and what is the value for V2? ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പം നോക്കുകയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന V1 എന്താണ്? V1 വെക്ടർ എന്ന് പറയുന്നത് 3 ആംഗിൾ 0 ഡിഗ്രി ആണ് അല്ലെ? 3 ആംഗിൾ 0 എന്ന് പറയുന്നത് പോളാർ ഫോമിലാണ് ഉള്ളത്. ആൻഡ് ഓൾസോ V2 എന്ന് പറയുന്നത് എന്താണ്? പോളാർ ആണ്. V2 എന്ന് പറയുന്നത് 4 ആംഗിൾ 180 ഡിഗ്രി ആണ്. അപ്പൊ രണ്ടും ഇതുപോലെ രണ്ടും ഇങ്ങനെ പോളാർ ഫോമിലാണ് ഉള്ളത്. സോ പോളാർ ഫോമിലുള്ള ഫേസേഴ്സിനെ നമുക്ക് ആഡോ സബ്സ്ട്രാക്റ്റോ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ റെക്ടാംഗുലർ ഫോമിലേക്ക് ആദ്യം കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നോക്കുക, സർക്യൂട്ട് നോക്കിയിട്ട് എ ബിക്ക് അക്രോസുള്ള വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലായി, 2 വോൾട്ടേജ് സോഴ്സ് ആഡ് ചെയ്താൽ മതി. V1 പ്ലസ് V2 ചെയ്താൽ മതി. നെക്സ്റ്റ് സ്റ്റെപ്പ്, വി ഹാവ് ടു കൺവേർട്ട് ദീസ് വോൾട്ടേജസ് ഇൻ പോളാർ ഫോം ഇൻ ടു റെക്ടാംഗുലർ ഫോം. റെക്ടാംഗുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്ര വരെയുള്ള സ്റ്റെപ്പ് ക്ലിയർ അല്ലേ? എന്താണ്? രണ്ടും ആഡ് ചെയ്യണം, അത് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കൺവേർട്ടിംഗ് ആണ് ചെയ്യുന്നത്. സോ കൺവേർട്ടിംഗ് ടു റെക്ടാംഗുലർ ഫോം. സോ റെക്ടാംഗുലർ ഫോം എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? V1 ഇസ് ഈക്വൽ ടു x1 y1 j അല്ലെങ്കിൽ x1 j y1. ഓക്കെ, അപ്പൊ അതിൽ x1ന്റെ വാല്യൂ അറിയണം, y1ന്റെ വാല്യൂ അറിയണം. അതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു? x1 ഇസ് ഈക്വൽ ടു r1 cos phi1, y1 ഇസ് ഈക്വൽ ടു r1 sin phi1. ഓക്കെ, വേറെ r1 എന്താണ്? V1ന്റെ വാല്യൂ. ദിസ് ഇസ് r1. r1 എന്ന് പറഞ്ഞാൽ 3, phi1 എന്ന് പറഞ്ഞാൽ 0, r2 എന്ന് പറഞ്ഞാൽ 4, phi2 എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. ഓക്കെ, സോ r1 എഴുതുക. r1 എത്ര? 3 cos 0. 3 cos 0. വാട്ട് ഈസ് ദ വാല്യൂ ഫോർ cos 0? cos 0 എത്രയാണ്? 1 ആണ്. സോ 3 into 1. സോ x1 is equal to 3. ആൻഡ് y1 is equal to r1 sin phi 0 ആണ്. വാട്ട് ഈസ് sin 0? sin 0 എന്ന് പറയുന്നത് 0 ആണ്. സോ 3 into 0 again 0. So x1 equal to 3 and y1 is equal to 0. So v1 vector can be written like 3 plus j into 0. ഇത് ക്ലിയർ ആണോ? ഇത്ര വരെയുള്ള സ്റ്റെപ്പ് ക്ലിയർ ആണോ?
ദെൻ നമുക്ക് V2 കാണണം അല്ലേ, V2 കാണണം. V2 എന്താണ്, പോളാറിലാണുള്ളത്, സോ അതിനെ റെക്ടാങ്കുലറിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ V2 is equal to x2 plus j y2. ഇതാണ് റെക്ടാങ്കുലർ ഫോമിലുള്ള അതിന്റെ റെപ്രസെന്റേഷൻ. സോ x2 കണ്ടുപിടിക്കണം, y2 കണ്ടുപിടിക്കണം. വാട്ട് ഈസ് x2? x2 4 cos 180. വാട്ട് ഈസ് ദ വാല്യൂ ഫോർ cos 180? ദാറ്റ് ഈസ് -1. സോ 4 into -1 ആണ് ഇവിടെ വരുന്നത്, ദാറ്റ് ഈസ് -4. ആൻഡ് y2 is equal to 4 sin 180. വാട്ട് ഈസ് sin 180? That is equal to 0. Okay, so 4 into 0 0. x2 കിട്ടി, y2 കിട്ടി. So v2 will be is equal to -4 j0. This is v2. Okay, so v2 കിട്ടി, ഇവിടെ നമുക്ക് v1 കിട്ടി. ഇനി നമുക്ക് ജസ്റ്റ് രണ്ടും ആഡ് ചെയ്യാലോ. രണ്ടും ഫേസേഴ്സ് ഇപ്പോൾ റെക്ടാങ്കുലർ ഫോമിലാണുള്ളത്. സോ നമുക്ക് ഡയറക്റ്റ്ലി ആഡ് ചെയ്യാം. ഇവിടെ നോക്കാം, v1 is equal to എന്താണ്, -4 plus j0 ആണ്. v2 is equal to എന്താണ്, സോറി, v2 is equal to -4 plus j0. v1 is equal to 3 plus j0. So v2 vector plus v1 vector അല്ലെങ്കിൽ v1 plus v2 രണ്ടും എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ റിയൽ പാർട്ടുകൾ ആദ്യം ആഡ് ചെയ്യാം. ഓക്കെ, സോ -4 plus 3. ഓക്കെ, വേണ്ട, നിങ്ങളത് കൺഫ്യൂസ്ഡ് ആകണ്ട, ഇതിലെ പോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ എന്ത് കിട്ടി, v1 is equal to 3 plus j0 കിട്ടി. v2 is equal to -4 plus j0 കിട്ടി. ഓക്കെ, സോ വാട്ട് ഈസ് v1 വെക്ടർ പ്ലസ് v2? അല്ലെങ്കിൽ v1 ഫേസർ പ്ലസ് v2 ഫേസർ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യും, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ റിയൽ പാർട്ടുകൾ മൊത്തം ആഡ് ചെയ്യും. ഇവിടെ രണ്ട് ഫേസസ് ആണുള്ളത്, സോ രണ്ടിന് റിയൽ പാർട്ട് ആഡ് ചെയ്യും. സോ 3 - 4 പ്ലസ് j ഇൻറ്റു പിന്നെ ഇമേജിനറി പാർട്ട് ആഡ് ചെയ്യും, രണ്ടും 0 ആണ്. സോ 0 plus 0. That is equal to -1 plus j0. This is v1 plus v2. Okay, so ഇതെന്താ ഉള്ളത്, ഇത് റെക്ടാങ്കുലർ ഫോമിലാണുള്ളത്. നമുക്ക് ഫൈനൽ ആൻസർ മസ്റ്റ് ബി ഇൻ പോളാർ ഫോം, ബിക്കോസ് ക്വസ്റ്റ്യനിൽ പോളാർ ഫോമിലാണ് തന്നിരിക്കുന്നത്. സോ ഇവിടെ കിട്ടിയിരിക്കുന്ന റെക്ടാങ്കിളിനെ അഗെയിൻ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്കറിയാം r കണ്ടുപിടിക്കണം, ആംഗിൾ ഫൈ കണ്ടുപിടിക്കണം. ആറിൻ്റെ ഇക്വേഷൻ എന്താ, √(x² + y²). ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയതിൽ, എക്സിൻ്റെ വാല്യൂ -1 ആണ്, -1² + 0². ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ആൻഡ് വാട്ട് ഈസ് ഫൈ എന്താണ്, ഇവിടെയുണ്ട്. ഓക്കെ, ഫൈ ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് y/x ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് വൈയുടെ വാല്യൂ എത്രയാണ്, 0 ആണ്, 0. എക്സിൻ്റെ വാല്യൂ -1 ആണ്, 0/-1. This is equal to tan inverse 0 because 0 by any value എന്താണ്, 0 ആണ്. So tan inverse 0, that is equal to what, 180 degree. tan inverse 0 എന്ന് പറഞ്ഞാൽ 180 degree ആണ്. ഓക്കെ, നമുക്ക് വാല്യൂസ് കിട്ടി. സോ ഫൈനലി നമ്മൾ എന്ത് ചെയ്യണം, VAB, that is voltage across the terminal C and B is equal to 1 angle 180 degree in polar. This is the final answer. This is the final answer. Thank you. Okay. ഇപ്പോൾ ക്ലിയർ ആണോ, എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, സോ ഈ ഒരു ഫോമാറ്റിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, ആ ഒരു സിംഗിൾ ക്വസ്റ്റ്യനിൽ തന്നെ കൺവേർഷൻസ് ഉണ്ടാകാം, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ എല്ലാ ടേംസും ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, എത്രയാണ് ഫേസേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് ദ ഫേസർ ആൻഡ് ഫേസസിൽ പിന്നെന്താണ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഫേസസ്. ഓക്കെ, അതിൽ റെക്ടാങ്കുലർ ഓർ കാർട്ടീഷ്യൻ ഫോം ഉണ്ട്, സെക്കൻഡ് വൺ പോളാർ ഫോം ഉണ്ട്, തേർഡ് വൺ ട്രിഗ്നോമെട്രിക് ഫോം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് കൺവേർഷൻ ചോദിക്കുന്നത് റെക്ടാങ്കുലർ ടു പോളാർ ആൻഡ് പോളാർ ടു റെക്ടാങ്കുലർ, ആ കൺവേർഷനും കൂടി നോക്കുക. പിന്നെ ഫേസർ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഓക്കെ, ഇത്രയാണ് ഫേസേഴ്സിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് അനാലിസിസ് ഓഫ് AC സർക്യൂട്ട്സിലേക്ക് കിടക്കാം. Okay, analysis of AC circuits. Okay, before going that, we have to discuss some basic terms like what is the concept of impedance, what is power factor, what is power.
ഓക്കെ, അങ്ങനെ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ഫേസ് ഡിഫറൻസ്. വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഫേസ് ഡിഫറൻസ്? ഓക്കെ, അപ്പോൾ ഒരു എ സി സർക്യൂട്ടിന്റെ അനാലിസിസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം അതിനുശേഷം നമുക്ക് എന്താ ആ എ സി സർക്യൂട്ടിനെ നമുക്ക് നീറ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആക്ച്വലി വാട്ട് ഈസ് മെന്റ് ബൈ അനാലിസിങ് ഇൻ എ സി സർക്യൂട്ട്? എന്താ ഉദ്ദേശിക്കുന്നത്? അനലൈസിങ് ഇൻ എ സി സർക്യൂട്ട് മീൻസ്, ഇപ്പം നമ്മളൊരു സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ, എ സി സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ അതിലെന്താ ഡിഫറെൻറ്റ് കോമ്പണൻസ് ഉണ്ടാവും. ഓക്കെ, കോമ്പണൻസ് ലൈക്ക് ഇൻഡക്ടർ, റെസിസ്റ്റർ, കപ്പാസിറ്റർ എക്സെട്ര. ഓക്കെ, അപ്പോൾ ഒരു സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ പ്യോർലി റെസിസ്റ്റീവ് ആയിരിക്കും, അതിൽ റെസിസ്റ്റൻസസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി വേറൊരു സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ പ്യോർലി ഇൻഡക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ പ്യോർലി കപ്പാസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി എല്ലാ കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. നമുക്കിപ്പോൾ ഒരു സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ ആർ സി കോമ്പിനേഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ ആർ എൽ കോമ്പിനേഷൻ ഉണ്ടാകാം. ഓക്കെ, അല്ലെങ്കിൽ എൽ സി കോമ്പിനേഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ ആർ എൽ സി കോമ്പിനേഷൻസ് ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ ഓരോ സർക്യൂട്ടും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. നമ്മൾ ഏത് പേർപ്പസിന് വേണ്ടിയിട്ടാണോ അത് ഡിസൈൻ ചെയ്യുന്നത് അതിന് അനുസരിച്ചായിരിക്കും അതിലുള്ള കോമ്പണൻസ് ഉണ്ടാകുക. ഓക്കെ, അപ്പം നമ്മൾ അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു സർക്യൂട്ട് എടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള വോൾട്ടേജ് ആൻഡ് കറണ്ട് അതിനെ നമ്മൾ സ്റ്റഡി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വോൾട്ടേജ് ആൻഡ് കറണ്ട് എങ്ങനെയാണുള്ളത്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ്, അതിൻ്റെ ഫേസ് എങ്ങനെ വരുന്നുണ്ട്, അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അതിലെന്തെങ്കിലും ഫേസ് ഡിഫറൻസ് വരുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യും. അതാണ് അനലൈസിങ് ആൻ എ സി സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബിഫോർ ദാറ്റ് നമുക്ക് സം ബേസിക് കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് കോൺസെപ്റ്റ് ഓഫ് ഇംപിഡൻസ്. ഇംപിഡൻസ് എന്നൊരു ടേം കേട്ടിട്ടില്ലേ? ഇംപിഡൻസ് എന്താണ്? ഇംപിഡൻസ് what is the concept of impedance? Any idea? നിങ്ങൾക്ക് അറിയുന്ന ടേം ആണ് ഇതൊക്കെ. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ഇപ്പം തന്നെ പഠിക്കുക കേട്ടോ. ഈ ബേസിക് ടേംസ് ഒക്കെ എപ്പോഴും ആവശ്യമുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് വൈവ ക്വസ്റ്റ്യൻസിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കും. ഇപ്പം എടുക്കുന്ന ടോപ്പിക്സ് ഒക്കെ ഇപ്പം തന്നെ പഠിക്കുക. ഓക്കെ, ഇംപിഡൻസ് എന്ന് പറയുന്നത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ആൻ എ സി സർക്യൂട്ട്. ഓക്കെ, നമ്മൾ ഒരു സർക്യൂട്ട് വിത്ത് DC സപ്ലൈ ആണെങ്കിൽ അവിടെ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു കറണ്ട് ഫ്ലോനെ റെസിസ്റ്റ് ചെയ്യുന്ന എന്താണ്? റെസിസ്റ്റർ ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലേ? ഓക്കെ, ഒരു DC സപ്ലൈ ആണെങ്കിൽ അവിടെ റെസിസ്റ്റർ ആണ്. ഓക്കെ, ബട്ട് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട്, ഒരു AC സപ്ലൈ ആണെങ്കിൽ അവിടെ എന്താണ്? ഇഫ് ദർ ആർ അനദർ കോമ്പണൻസ് ലൈക്ക് ഇൻഡക്ടർ, കപ്പാസിറ്റർ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഇംപിഡൻസ്. Okay, if an electronic circuit which is consisting of components like a resistor, inductor, capacitor, etc., and we are applying an AC supply to that circuit, then the resistance offered in that current path is called impedance. Okay, the impedance actually എന്താണ്? resistance തന്നെയാണ്, but it's a combination of resistance plus inductive reactance plus capacitive reactance. Okay, അതിനെയാണ് impedance എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എ സി ഇലക്ട്രോണിക് സർക്യൂട്ടിന്റെ കേസിൽ നമുക്ക് എന്താണ്? റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഇൻഡക്ടർ ആൻഡ് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റർ ആൻഡ് ഓൾസോ ദ റെസിസ്റ്റർ. ആ മൂന്ന് കാര്യങ്ങളും എന്ത് ചെയ്യും? നമുക്ക് കൺസിഡർ ചെയ്യണം. അങ്ങനെ കൺസിഡർ ചെയ്തിട്ട് പറയുന്ന എഫക്റ്റീവ് റിയാക്റ്റൻസിനെയാണ് ഇംപെഡൻസ് എന്ന് പറയുന്നത്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ഇംപെഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇംപെഡൻസ് എന്താണെന്ന് മനസ്സിലായോ? എ സി സർക്യൂട്ട്സിന്റെ കേസിൽ നമുക്ക് എന്താ പറയാ? ഇൻസ്റ്റെഡ് ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ ഇംപെഡൻസ് ആണ് നമ്മൾ പറയാം. ഓക്കെ, ഇംപെഡൻസ് എന്തായിരിക്കും? റെസിസ്റ്റൻസ് പ്ലസ് റിയാക്റ്റൻസസ് ആയിരിക്കും. റിയാക്റ്റൻസസ് മീൻസ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഉണ്ടാകാം, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഉണ്ടാകാം. ഓക്കെ, സോ അതാണ് ഇംപെഡൻസ് എന്ന് പറയുന്നത്. സോ ഇംപെഡൻസ് ഈസ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട് ഓർ കോമ്പണന്റ് to alternating current arising from the combined effect of ohmic resistance and reactances. Okay, so impedance can be represented by a letter Z. Z എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുക. and Z is equal to R plus JX, where R is the resistance and X is the reactance. Okay, R is the resistance and X is the reactance. Okay,
ആൻഡ് വാട്ട് ഈസ് റിയാക്റ്റൻസ്? എന്താണ് റിയാക്റ്റൻസ് നോക്കുക. ഓക്കെ, റിയാക്റ്റൻസ് ഇസ് ഓൾസോ എ റെസിസ്റ്റൻസ്. റിയാക്റ്റൻസും എന്താണ്? റെസിസ്റ്റൻസ് ആണ്. ആൻഡ് വിച്ച് ഈസ് ഡ്യൂ ടു എനർജി സ്റ്റോർഡ് എലമെന്റ്സ് ലൈക്ക് കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ എക്സെട്ര. ഓക്കെ, അപ്പൊ റിയാക്റ്റൻസ് പറഞ്ഞാലും ആക്ച്വലി അത് എന്താണ്? റെസിസ്റ്റൻസ് ആണ്, വിച്ച് ഈസ് ഓഫേർഡ് ബൈ കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ. ഓക്കെ, കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ കോമ്പണൻസ് ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ അതിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി കാരണം ഉണ്ടാകുന്ന ആ ഒരു റെസിസ്റ്റൻസിനെയാണ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മളൊരു പ്യോർലി റെസിസ്റ്റീവ് സർക്യൂട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സെറ്റ് ഈസ് ഈക്വൽ ടു ആർ ആയിരിക്കും. അവിടെ വേറെ ഒന്നുമില്ല, അത് റെസിസ്റ്റൻസ് തന്നെയായിരിക്കും. ബട്ട് ഇഫ് യു ആർ കൺസിഡറിങ് എ RL circuit, that is a component, a circuit consisting of components like resistor and inductor, then Z impedance will be is equal to R plus JXL, where XL is the inductive reactance. Okay, and if you are considering an RC circuit, then Z is equal to what? R plus JXC. Okay, where XC is the capacitive reactance. Okay, and if you're considering an RLC circuit, then Z is equal to what? R plus JX, where X is a combination of capacitive reactance and inductive reactance. Okay, so ഇതാണ് എന്ത്? ഇംപെഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു ഡിഫറൻസ്, റെസിസ്റ്റൻസ് ആൻഡ് റിയാക്റ്റൻസ് തമ്മിലെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, റെസിസ്റ്റൻസ് മീൻസ് പവർ കൺസ്യൂമിങ് ആണ്. അത് നമുക്കറിയാം അല്ലേ? ഒരു സർക്യൂട്ടിൽ ഒരു റെസിസ്റ്റർ ഉണ്ടെങ്കിൽ ആ റെസിസ്റ്ററിന് അക്രോസ് എന്തായാലും ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും അല്ലേ? സോ ഇതിൽ കൂടെ ഒരു ഐ കറണ്ട് ഫ്ലോ ചെയ്യുവാണെങ്കിൽ ഇതിന് അക്രോസ്, ഇപ്പൊ റെസിസ്റ്റൻസ് R1 അക്രോസ് വരുന്ന വോൾട്ടേജ് V1 ആണെങ്കിൽ അതിൽ കൂടെ ഒരു ക്യാപിറ്റൽ ഐ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ദെൻ പവർ കൺസ്യൂമിങ് ഇസ് ഈക്വൽ ടു V1 into I. ഓക്കെ, എപ്പോഴും റെസിസ്റ്ററിന് അക്രോസ് ഒരു പവർ കൺസംഷൻ ആണ് വരുന്നത്. അതൊരു ഹീറ്റിന്റെ ഫോമിൽ എന്ത് ചെയ്യും? പവർ കൺസ്യൂം ചെയ്യും. ഓക്കെ, അപ്പോൾ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് എനർജി സ്റ്റോറേജ് ആണ്. ഒന്നുകിൽ കപ്പാസിറ്റർ അല്ലെങ്കിൽ ഇൻഡക്ടർ, ഏതെങ്കിലും ഒന്നിൽ എന്ത് ചെയ്യും? എനർജി സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെയാണ് അത് ആ കറണ്ട് ഫ്ലോക്ക് ഒപ്പോസിഷൻ കൊടുക്കുന്നത്, എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട്. ഓക്കെ, സോ അതാണ് റെസിസ്റ്റൻസ് ആൻഡ് റിയാക്റ്റൻസ് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. റെസിസ്റ്റൻസ് ആണ് എന്താ ചെയ്യുക? അവിടെ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു പവർ കൺസംഷൻ വഴിയാണ്. ഓക്കെ, ഹീറ്റിന്റെ രൂപത്തിൽ പവർ എമിറ്റ് ചെയ്തിട്ടാണത് കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നത്. റിയാക്റ്റൻസ് ആണെങ്കിൽ എനർജി സ്റ്റോർ ചെയ്തിട്ടാണ് കറണ്ടിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇംപെഡൻസിന്റെ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? ഇംപെഡൻസിന്റെ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? ഒന്നും കൂടി ഞാൻ പറയാം. ഇംപെഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഏത് സർക്യൂട്ടിലുള്ളത്? ഇപ്പൊ നോർമൽ ഒരു സിമ്പിൾ സർക്യൂട്ട് വിത്ത് റെസിസ്റ്റർ വാല്യൂ ഓഫ് R1 ആൻഡ് DC സപ്ലൈ ഇസ് ഗിവൺ. ഓക്കെ, ഇതാണ് ഒരു സിമ്പിൾ സർക്യൂട്ട്. നമ്മളൊരു റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ, DC സപ്ലൈ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ എന്താണ്? ഓൺലി റെസിസ്റ്റൻസ് മാത്രമേ ഉണ്ടാകുള്ളൂ. ഓക്കെ, ബട്ട് ഇഫ് യു കൺസിഡറിങ് എ സർക്യൂട്ട് വിത്ത് റെസിസ്റ്റർ, inductor and capacitor, and we are giving a supply of AC. Okay, then here the effective resistance is called what? That is called impedance. Okay, ഒരു AC സർക്യൂട്ടിന്റെ കേസിലുള്ള എഫക്റ്റീവ് സർക്യൂട്ടിനെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വാല്യൂവിനെയാണ് നമ്മൾ ഇംപിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ സ്ക്രീന് ഇപ്പൊ വിസിബിൾ ആവുന്നില്ല? ഓക്കെ, 1 second.
ഓക്കെ, ഇപ്പോ വിസിബിൾ ആണോ? ഓക്കെ, നെറ്റ് കട്ടായി. ഓക്കെ, സോ ഇമ്പിഡൻസിന്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലായോ? എ സി സർക്യൂട്ട്സിന്റെ കേസിൽ ദ സർക്യൂട്ട് വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് എലമെന്റ്സ് ലൈക്ക് റെസിസ്റ്റർ, ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ ആൻഡ് വി ആർ ഗിവിംഗ് എൻ എ സി സപ്ലൈ, അതാണ് നമ്മൾ എ സി സർക്യൂട്ട് വരുന്നത്. ഓക്കെ, എ സി സർക്യൂട്ടിന്റെ കേസിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസിനെയാണ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. Okay, and is represented by a capital letter Z, and Z is equal to what? R plus jX. Okay, where R is the resistance and X is the impedance. Sorry, X is the reactance. Reactance means എന്താണ്? Capacitive reactance plus inductive reactance. Okay, so അതാണ് concept of impedance എന്ന് പറയുന്നത്. Okay, and ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു പോയിന്റ് നിങ്ങൾക്ക് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, റെസിസ്റ്ററിന്റെ കേസിൽ എപ്പോഴും വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ ഫേസ് ആയിരിക്കും. വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ ഫേസ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ഫേസ് ഡിഫറൻസ് പറഞ്ഞിരുന്നു അല്ലേ മുന്നത്തെ ക്ലാസ്സിൽ. അപ്പം റെസിസ്റ്റർ ഒരു റെസിസ്റ്റീവ് സർക്യൂട്ട് ആണ്, ഒരു പ്യോർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ അവിടെ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ ഫേസ് ആയിരിക്കും. ദർ ഇസ് നോ ഫേസ് ഡിഫറൻസ്, ദർ ഇസ് ഫേസ് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, വോൾട്ടേജ് എപ്പോഴാണോ മാക്സിമം പീക്ക് എത്തുന്നത് അപ്പോൾ തന്നെയായിരിക്കും കറണ്ട് വേവ് ഫോം മാക്സിമം പീക്ക് എത്തുക. വോൾട്ടേജ് എപ്പോഴാണോ 0 ക്രോസ് ചെയ്യുന്നത് അപ്പോൾ തന്നെയായിരിക്കും കറണ്ട് വേവ് ഫോം 0 ക്രോസ് ചെയ്യുക. ഓക്കെ, ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇൻഡക്ടർ വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട്. ഇൻഡക്ടറിന്റെ കേസിൽ വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട് ആയിരിക്കും. ആൻഡ് ഇൻ ദ കേസ് ഓഫ് കപ്പാസിറ്റീവ് സർക്യൂട്ട് കറണ്ട് ലീഡ്സ് വോൾട്ടേജ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻഡക്ടറിന്റെ കേസിൽ ഇപ്പൊ നമ്മൾ റെഫറൻസ് എടുക്കുന്നത് വോൾട്ടേജ് ആണെങ്കിൽ ഇൻഡക്ടറിന്റെ കേസിൽ വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ആയിരിക്കും. ഓക്കെ, കപ്പാസിറ്ററിന്റെ കേസിൽ വോൾട്ടേജ് ലാഗ്സ് കറണ്ട് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു ഇതിലും പറയാം വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ആയിരിക്കും ഇൻഡക്ടറിൽ, കപ്പാസിറ്ററിൽ കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, ഈ ലീഡിങ് ആൻഡ് ലാഗിങ് പറയുന്നത് എപ്പോഴും റെഫറൻസ് വെച്ചിട്ടാണ്. നമ്മൾ ഏത് റെഫറൻസ് എടുക്കുന്നോ അത് വെച്ചിട്ടാണ് മറ്റേ വേവ് ഫോമിന് നോക്കുക. സോ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ആ കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക, അല്ലാതെ ഇത് ബൈ ഹാർട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ നോക്കിയാൽ റെസിസ്റ്ററിന്റെ കേസിൽ ഫേസർ വരക്കുകയാണെങ്കിൽ ഐ ആൻഡ് വി ആർ ഇൻ ഫേസ്. ഓക്കെ, രണ്ടും ഇൻ ഫേസ് ആണ്. ഇൻഡക്ടറിന്റെ കേസിൽ എങ്ങനെയാ? കറണ്ട് ലാഗ്സ് ആണ് അല്ലെങ്കിൽ വോൾട്ടേജ് ലീഡ്സ് ആണ്. രണ്ടും സെയിം ആണ്. ഒന്നുകിൽ കറണ്ട് ലാഗിങ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ വോൾട്ടേജ് ലീഡിങ് ആണെന്ന് പറയാം. സോ ഇതുപോലെ വരക്കും. വോൾട്ടേജ് ആണ് റെഫറൻസ് എടുക്കുന്നതെങ്കിൽ കറണ്ട് ഇതുപോലെ ഒരു 5 ആംഗിൾ ലാഗ് ചെയ്ത് വരക്കും. ഓക്കെ, കപ്പാസിറ്ററിന്റെ കേസിലാണെങ്കിൽ കറണ്ട് ഈസ് ലീഡിങ്. സോ വോൾട്ടേജ് വി ഇവിടെ റെഫറൻസ് ആയി എടുക്കുകയാണെങ്കിൽ കറണ്ട് ഈസ് ലീഡിങ് ബൈ ആൻ ആംഗിൾ 5. ഓക്കെ, സോ കോൺസെപ്റ്റ് ഓഫ് ഇംപിഡൻസ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്തായാലും റെസ്പോണ്ട് ചെയ്യാത്ത? എന്തെങ്കിലും ഡൗട്ട്? ഓക്കെ, ഓക്കെ, സോ നിങ്ങളോട് ചിലപ്പം സംടൈംസ് ദേ മേ ആസ്ക് ലൈക്ക് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഇംപിഡൻസ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ കോൺസെപ്റ്റ് ഓഫ് ഫേസ് ഡിഫറൻസ്. ഓക്കെ, അല്ലെങ്കിൽ ഡിഫൈൻ, ഞാൻ പറയുന്നത് എടുക്കുന്ന ടേം ആണ്. പവറിന്റെ ടേംസ് ആണെങ്കിൽ വാട്ട് ഇസ് ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ, അപ്പാരന്റ് പവർ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. സോ ഈ ഒരു ഏരിയ നിങ്ങൾ ഇനി അനാലിസിസ് ഓഫ് എ സി സർക്യൂട്ട്സിന് വേണ്ടിയിട്ടും ആവശ്യമാണ്. പ്ലസ് നിങ്ങളോട് ചിലപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഓക്കെ, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഇംപിഡൻസിനൊരു ടേം ചോദിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ടേംസ് എഴുതുക, ഇതുപോലെ സർക്യൂട്ട് വരച്ച് കാണിക്കുക, ഈ പോയിന്റ്സുകളൊക്കെ എഴുതുക. സോ നെക്സ്റ്റ് വരുന്നത് കോൺസെപ്റ്റ് ഓഫ് ഫേസ് ഡിഫറൻസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് അത് ക്ലിയർ ആവുന്നില്ലേ? വിസിബിൾ ആവുന്നില്ലേ ഇത്? സോ ഫേസ് ഡിഫറൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, നമുക്ക് എന്നാലും ഒന്നുകൂടി ഒന്ന് നോക്കാം. എന്താണ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്? ഫേസ് ഡിഫറൻസ് ഈസ് ദ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ ടു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ്. അതാണ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ ടു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ്. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു സർക്യൂട്ട് വരച്ചിട്ടുണ്ട്. ഈ ഒരു സർക്യൂട്ടിൽ ഫേസ് ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞേ. ഇവിടെ ഞാനൊരു ടിക്ക് ചെയ്തിരിക്കുന്ന ഒരു വേവ് ഫോം, ഇവിടെ ഒരു വേവ് ഫോം കാണാൻ പറ്റും. ഞാൻ ടിക്ക് ചെയ്തിരിക്കുന്ന ഈ വേവ് ഫോമിൽ ഫേസ് ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് എത്രയാണ്? നോ, ഗുഡ്. ഇവിടെ ഫേസ് ഡിഫറൻസ് ഇല്ല അല്ലേ? യെസ്, 0 ആണ്. ഫേസ് ഡിഫറൻസ് ഇവിടെ 0 ആണ്. ബിക്കോസ് നോക്കിയേ, വെൻ ദ പോയിന്റ് അറ്റ് വെൻ voltage waveform reaches its maximum peak is equal to the
കറണ്ട് വേവ് ഫോം അല്ലേ? വോൾട്ടേജ് വേവ് ഫോം മാക്സിമം വാല്യൂ പീക്ക് വാല്യൂ എത്തുന്ന അതേ പോയിന്റ് തന്നെയാണ് കറണ്ട് വേവ് ഫോം എത്തുന്നത്. ആൻഡ് വോൾട്ടേജ് വേവ് ഫോം 0 ക്രോസ് ചെയ്യുന്ന അതേ പോയിന്റ് തന്നെയാണ് കറണ്ട് വേവ് ഫോം 0 ക്രോസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ ദർ ഇസ് നോ ഫേസ് ഡിഫറൻസ്. ദ വോൾട്ടേജ് ആൻഡ് കറണ്ട് ബോത്ത് ആർ ഇൻ ഫേസ്. ഓക്കെ, ആൻഡ് സോ ദിസ് ഇസ് എ റെസിസ്റ്റീവ്, പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിരിക്കും. ഓക്കെ, പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ടിന്റെ കേസിലാണ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ ഫേസ് വരുന്നത്. Okay, so if two alternating quantities are said to be in phase, with each other, if they reaches the maximum value or zero crossover points at the same time, അതാണ് in phase എന്നുള്ള condition. Okay, എന്താണ്? If the two alternating quantities are said to be in phase, എപ്പോഴാണ് in phase with each other if they reaches the maximum value or the zero crossover point at the same time. Okay, and one quantity is said to be leading another quantity if it is reaches the maximum value or the zero crossover point earlier than the other quantity. അതാണ് ലീഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സെക്കൻഡ് വേവ് ഫോം നോക്കുക. സെക്കൻഡ് വേവ് ഫോമിൽ വോൾട്ടേജ് ഉണ്ട്, കറണ്ട് വേവ് ഫോം ഉണ്ട്. ഓക്കെ, ബട്ട് വോൾട്ടേജ് വേവ് ഇപ്പം this is consider omega t is equal to 0 എന്നുള്ള പോയിന്റ് കൺസിഡർ ചെയ്യാം. സോ ദിസ് ഇസ് എ പോയിന്റ്. ഓക്കെ, ഒമേഗ ടി is equal to 0 എന്നുള്ള പോയിന്റ് കൺസിഡർ ചെയ്യാം. സോ ദിസ് ഇസ് എ പോയിന്റ്. അപ്പൊ ഈ പോയിന്റിൽ വോൾട്ടേജ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, വോൾട്ടേജ് വേവ് ഫോം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ബട്ട് കറണ്ട് വേവ് ഫോം സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഒരു π/2 ഫേസ് ഡിഫറൻസ് കഴിഞ്ഞിട്ടാണ് കറണ്ട് വേവ് ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ എന്താണ്? അതിന്റെ സീറോ ക്രോസ് ഓവർ പോയിന്റ് ഡിഫറെന്റ് ആണ് ആൻഡ് അതിന്റെ മാക്സിമം പീക്ക് എത്തുന്ന പോയിന്റ്സും ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ അതെന്താണ്? ഇൻഫേസ് അല്ല എന്ന് മനസ്സിലായി. ഇനി ഇതിൽ ഏതാണ് ലീഡിങ്, ഏതാണ് ലാഗിങ് നോക്കണം. ഓക്കെ, അപ്പൊ ലീഡിങ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഏതായിരിക്കും? വിച്ച് ക്രോസസ് സീറോ ക്രോസ് ഓവർ പോയിന്റ് ഏർലിയർ ദാൻ ദി അതർ ക്വാണ്ടിറ്റീസ്. അപ്പൊ ഇവിടെ വോൾട്ടേജ് വേവ് ഫോം അല്ലേ കറണ്ട് വേവ് ഫോമിനേക്കാളും മുന്നേ സീറോ ക്രോസ് ഓവർ പോയിന്റിൽ എത്തുന്നത്. സോ ഇവിടെ വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ആയിരിക്കും. ഓക്കെ, വോൾട്ടേജ് ലീഡിങ് ആയിരിക്കും, കറണ്ട് ലാഗിങ് ആയിരിക്കും. ഓക്കെ, ബിക്കോസ് ഏർലിയർ ആയിട്ട് ഫസ്റ്റ് സീറോ ക്രോസ് ചെയ്യുന്നത് വോൾട്ടേജ് വേവ് ഫോം ആണ്. അതിന്റെ ഒരു π/2 റേഡിയൻ കഴിഞ്ഞിട്ട് മാത്രമേ കറണ്ട് സീറോ ക്രോസിംഗ് പോയിന്റിലേക്ക് എത്തുന്നുള്ളൂ. ഓക്കെ, സോ ഹിയർ വോൾട്ടേജ് ലീഡിങ് ദ കറണ്ട്. ആൻഡ് അറ്റ് ലാഗ് എന്ന് പറയുകയാണെങ്കിലോ, എ ക്വാണ്ടിറ്റി വിച്ച് റീച്ചസ് ഇറ്റ്സ് മാക്സിമം വാല്യൂ ഓർ ദ സീറോ ക്രോസോവർ പോയിന്റ്സ് ലേറ്റർ ദാൻ ദി അതർ ക്വാണ്ടിറ്റി. ഓക്കെ, ഇപ്പൊ ഇവിടെ കറണ്ട് നോക്കുകയാണെങ്കിൽ, കറണ്ട് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ക്രോസസ് സീറോ crossover point and also its maximum value later than the other quantities. വോൾട്ടേജ് സീറോ ക്രോസ് കഴിഞ്ഞു, ദെൻ ഒരു π/2 റേഡിയൻ കഴിഞ്ഞിട്ട് മാത്രമേ കറണ്ട് ഐ സീറോ ക്രോസിങ് കഴിയുന്നുള്ളൂ. ഓക്കെ, അതിന്റെ വോൾട്ടേജ് മാക്സിമം എത്തി ഒരു π/2 കഴിഞ്ഞിട്ട് മാത്രമേ ഐ മാക്സിമം എത്തുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഐ എന്താണ്? ലീഡാണ്, ലീഡിങ് ആണ്. വോൾട്ടേജ് ലാഗിങ് ആണ്. ഓക്കെ, അപ്പൊ ഞാനിപ്പം കറണ്ടിനെ റെഫറൻസ് ആക്കി എടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് പറയാം കറണ്ട് ലാഗ്സ് വോൾട്ടേജ്, കറണ്ട് വോൾട്ടേജിന് ലാഗ് ചെയ്യുന്നു. ഇനി ഞാൻ വോൾട്ടേജ് ആണ് റെഫറൻസ് എടുക്കുന്നെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് വോൾട്ടേജ് ലീഡ്സ് കറണ്ട്. വോൾട്ടേജ് എന്താണ്? ലീഡ് ചെയ്യാണ്. കറണ്ട് ആണെങ്കിൽ കറണ്ട് ലാഗ്സ് വോൾട്ടേജ്, വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ടേജ് ലീഡ്സ് കറണ്ട്. ആ ഒരു ലാഗ് ലീഡ് മനസ്സിലായോ? എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത്, അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് ക്ലിയർ ആണോ? യെസ്, അപ്പം ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഫേസ് ഡിഫറൻസ് എന്നുള്ള കോൺസെപ്റ്റ് എന്താണ്, ഇൻഫേസ് കോൺസെപ്റ്റ് എന്താണ്, ലീഡിങ് എന്താണ്, ലാഗിങ് എന്താണ്. ഓക്കെ, എപ്പോഴും തെറ്റിപ്പോകരുത്. നിങ്ങൾ ഏതാണോ റെഫറൻസ് എടുക്കുന്നത് അത് വെച്ചിട്ട് മറ്റേ ക്വാണ്ടിറ്റീനെ നിങ്ങൾ എന്ത് ചെയ്യുക, അനലൈസ്, മറ്റേ ക്വാണ്ടിറ്റി നിങ്ങൾ റെപ്രസെന്റ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ഇപ്പം വി ആണ് എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ഐനെ നോക്കുക എങ്ങനെയാണ്, ലാഗ് ആണോ ലീഡാണോ. ഇനി ഐ ആണ് എടുക്കുന്നതെങ്കിൽ വി ലാഗ് ആണോ ലീഡാണോ നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഫേസ് ഡിഫറൻസ് ക്ലിയർ ആയി. അത് വെച്ച് തന്നെ അതിന്റെ ഫേസ് റെപ്രസെന്റേഷൻ നോക്കാം. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്ന ഫിഗർ എന്താണ്? π/2 ആണ്. 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഫേസ് ഷിഫ്റ്റ് ഇസ് ഈക്വൽ ടു π/2 ആണ് അല്ലേ? ഇവിടെ എത്രയാണ് ഫേസ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് ഒക്കെ പറയും കേട്ടോ. ഫേസ് ഷിഫ്റ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ 90 ഡിഗ്രി ആണ്, ഇവിടെ എന്താണ്? ഫേസ് ഷിഫ്റ്റ് ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി ആണ്. ഓക്കെ, സോ നമുക്ക് അതിന്റെ ഫേസ് ഡയഗ്രം എങ്ങനെ വരക്കാം?
ഫേസർ ഡയഗ്രാം വരക്കുമ്പോൾ ഒന്നുകിൽ എനിക്ക് വോൾട്ടേജ് റെഫറൻസ് ആക്കി എടുക്കാം. റെഫറൻസ് എപ്പോഴും നമ്മൾ എക്സ് ആക്സിസിലാണ് എടുക്കുക. ഓക്കെ, വോൾട്ടേജ് ആണ് ഞാൻ റെഫറൻസ് ആക്കി എടുക്കുന്നതെങ്കിൽ വോൾട്ടേജ് ഇതുപോലെ എടുത്തു. ഓക്കെ, കറണ്ട് എന്താ ചെയ്യുന്നത്? കറണ്ട് ലാഗ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? ലാഗിങ് ബൈ എൻ ആംഗിൾ 90 ഡിഗ്രി. സോ ഇതുപോലെ വരും. ഞാൻ വോൾട്ടേജ് ആണ് റെഫറൻസ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെയാണ് ഫേസർ ഡയഗ്രാം വരിക. മറിച്ച് ഞാൻ കറണ്ട് ആണ് റെഫറൻസ് ആക്കി എടുക്കുന്നതെങ്കിൽ കറണ്ട് ഈസ് എടുത്തതിന് വോൾട്ടേജ് എങ്ങനെ വരക്കും? വോൾട്ടേജ് ഇസ് ലീഡിങ് ബൈ 90 ഡിഗ്രി. ഓക്കെ, സോ ലീഡ് ചെയ്തിട്ട് എടുക്കും. എപ്പോഴും നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് എടുക്കുക. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഈ രണ്ട് റെപ്രസെന്റേഷനും കറക്റ്റ് ആണ്. ഇതും കറക്റ്റ് ആണ്, ഇതും കറക്റ്റ് ആണ്. ദിസ് ഇസ് ഫസ്റ്റ് വൺ ആൻഡ് ദിസ് ഇസ് സെക്കൻഡ് വൺ. ഓക്കെ, ഫസ്റ്റ് വണ്ണിൽ ഞാൻ വോൾട്ടേജ് ആണ് റെഫറൻസ് ആക്കി എടുത്തത്, അതുകൊണ്ട് കറണ്ട് ലീഡ് ചെയ്ത് കാണിച്ചു. ഓക്കെ, ഇനി സെക്കൻഡ് കേസിൽ ഞാൻ കറണ്ട് ആണ് റെഫറൻസ് ആക്കി എടുത്തത് കൊണ്ട് വോൾട്ടേജ് ഫസ്റ്റ് കേസിൽ വോൾട്ടേജ് റെഫറൻസ് ആക്കി എടുത്തത് കൊണ്ട് കറണ്ട് ലീഡ് ചെയ്ത് കാണിച്ചു. സെക്കൻഡ് കേസിൽ കറണ്ട് റെഫറൻസ് ആക്കി എടുത്തത് കൊണ്ട് വോൾട്ടേജ് ലീഡ് ചെയ്ത് കാണിച്ചു. ഓക്കെ, ക്ലിയർ ആണോ? കൺഫ്യൂഷൻ അങ്ങനെ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ സെക്കൻഡ് ആണെങ്കിൽ സെക്കൻഡ് പഠിച്ചാൽ മതി. സെക്കൻഡിൽ എന്താണ്? കറണ്ട് റെഫറൻസ് ആക്കി എടുത്തു, വോൾട്ടേജ് ലീഡ് ചെയ്തു. ഫസ്റ്റ് വണ്ണിൽ എന്താണ്? വോൾട്ടേജ് റെഫറൻസ് ആക്കി എടുത്തു, കറണ്ട് ലാഗ് ചെയ്തു. ഓക്കെ, ദെൻ അതിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെ എഴുതാം? ഇവിടെ ഇപ്പം കറണ്ട് ആണ്. സെക്കൻഡ് കേസ് നോക്കുക. ഓക്കെ, ഈ കേസ് നോക്കുക. കറണ്ട് ആണ് റെഫറൻസ് ആക്കി എടുത്തത്. സോ വോൾട്ടേജ് എഴുതുമ്പോൾ വി ആംഗിൾ 90 ഡിഗ്രി എഴുതും. കറണ്ട് എഴുതുമ്പോൾ ഐ ആംഗിൾ 0 ഡിഗ്രി. ബിക്കോസ് ഐ ഇൻ ഫേസ് തന്നെയാണ്, എക്സ് ആക്സിസിലാണുള്ളത്. വോൾട്ടേജ് ആണ് 90 ഡിഗ്രി ലീഡ് ചെയ്തിരിക്കുന്നത്. സോ വി ആംഗിൾ 90 ഡിഗ്രി എഴുതും. ഇനി ഈ കേസ് ആണെങ്കിലോ, വോൾട്ടേജ് വി ഇസ് ഈക്വൽ ടു വി ആംഗിൾ 0 ഡിഗ്രി. ബിക്കോസ് എക്സ് ആക്സിസിൽ എടുത്തു. കറണ്ട് ഐ എന്താണ്? ഒരു 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ടാണ് ഉള്ളത്. സോ ഐ ആംഗിൾ -90 ഡിഗ്രി ആയിരിക്കും. ലാഗിങ് ആണ് അല്ലേ? നമ്മൾ എപ്പോഴും ഡയറക്ഷൻ ആന്റി ക്ലോക്ക് ആണ് എടുക്കുക. സോ ക്ലോക്ക് വൈസിലേക്ക് അതിന്റെ ആംഗിൾ വരുന്ന സമയത്ത് -90 ഡിഗ്രി എടുക്കും. ഓക്കെ, ഇത് ക്ലിയർ ആണോ? കോൺസെപ്റ്റ് ഓഫ് ഫേസ് ഡിഫറൻസ് ക്ലിയർ ആണോ? അതിന്റെ വേവ് ഫോം വരക്കുന്നതും നോക്കണം ആൻഡ് ഓൾസോ ഫേസർ ഡയഗ്രാം വരക്കുന്നതും നോക്കണം. ഓക്കെ, കൺഫ്യൂസ്ഡ് ആകണ്ട. നിങ്ങൾ ഏതെങ്കിലും ഒരു ഇതെടുത്ത് പഠിച്ചാൽ മതി. റെഫറൻസ് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പൊ നമുക്ക് ഏത് വേണമെങ്കിലും വരക്കാം. നിങ്ങൾ ഈ ഒരു ഇത് പഠിച്ചാൽ മതി. ഐ ആണ് റെഫറൻസ് ആക്കി എടുക്കുന്നെങ്കിൽ ബി ഈസ് ലീഡിങ് ബൈ 90 ഡിഗ്രി. ഓക്കെ, സോ നമുക്ക് ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വരാം. നെക്സ്റ്റ് അവറും ഞാൻ തന്നെയാണ് നിങ്ങളുടെ ക്ലാസ്. ഓക്കെ, സോ പ്ലീസ് ഗിവ് യുവർ അറ്റൻഡൻസ്. റോൾ നമ്പർ 1 Present. 2 കൗണ്ട് ചെയ്തോളൂ. 3 2, 3